ബിനൂസ് ട്യൂട്ടോറിയൽസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. വളരെ ചെറിയൊരു ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ബൈനറി അഡീഷൻ. അപ്പോൾ നമ്പർ സിസ്റ്റംസും അതുപോലെ നമ്പർ കൺവേർഷൻസും എന്ന ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ പ്ലേലിസ്റ്റിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് പഠിക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അത് പഠിക്കുക. ബൈനറി അഡീഷൻ എന്ന ടോപ്പിക്ക് +1 കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിൻ്റെ ചാപ്റ്റർ 2-ൽ നിന്നും അതുപോലെ +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സ്റ്റുഡൻസിന് ചാപ്റ്റർ 1-ലാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എപ്പോഴും പറയുന്നത് പോലെ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ +1-ൽ പഠിക്കുന്ന ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഒപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെയെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളുടെയും നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. ബൈനറി അഡീഷൻ എങ്ങനെയാണ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. ബൈനറി അഡീഷൻ, രണ്ട് ബൈനറി നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുന്നതിനെയാണ് ബൈനറി അഡീഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഇൻസ്ട്രക്ഷൻ നൽകി. ഉദാഹരണമായി 25 + 25 എന്ന രണ്ട് നമ്പേഴ്സാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. നമുക്ക് ആൻസർ ലഭിക്കുന്നത് 50 എന്ന ഡെസിമൽ നമ്പർ തന്നെയായിരിക്കും. പക്ഷേ ഈ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ അവിടെ നടക്കുന്ന ഓപ്പറേഷൻ എന്താ? നമ്മൾ നൽകിയ നമ്പേഴ്സ് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അതിനുശേഷം ഈ ബൈനറി നമ്പേഴ്സിന് തമ്മിലാണ് അവിടെ അഡീഷൻ നടത്തുന്നത്. കാരണം നമുക്കറിയാം, കമ്പ്യൂട്ടറിന് എപ്പോഴും മനസ്സിലാകുന്നത് സീറോസിൻ്റെയും വൺസിൻ്റെയും ഭാഷയാണ് കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറിൽ ഈ അഡീഷൻ ഓപ്പറേഷനൊക്കെ നടക്കുന്നത് ബൈനറി അഡീഷൻ ഉപയോഗിച്ചിട്ടാണ്. അപ്പം നമുക്കും അറിയേണ്ട എങ്ങനെയാണ് ബൈനറി അഡീഷൻ നടത്തേണ്ടതെന്ന്. അപ്പോൾ ബൈനറി അഡീഷൻ പഠിക്കുന്നതിന് മുൻപ് ഇവിടെ നൽകിയിരിക്കുന്ന ടേബിൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതായത് ഇതറിഞ്ഞാലാണ് നമുക്ക് ബൈനറി അഡീഷൻ പെർഫോം ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇവിടെ AB എന്ന് പറയുന്ന രണ്ട് ബിറ്റ്സ് നൽകിയിട്ടുണ്ട്. ഈ രണ്ട് ബിറ്റ്സിൻ്റെ വാല്യൂസ് നൽകുമ്പോൾ ഈ രണ്ട് ബിറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സം എന്താണ്, ക്യാരി എന്താണെന്ന് നോക്കാം. ഇവിടെ 0, Aയുടെ വാല്യൂ 0, Bയുടെ വാല്യൂ 0. അതായത് രണ്ട് ബിറ്റ്സും 0 ആണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന സം 0, ക്യാരി 0. അതുപോലെ 0യും 1ഉം വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സം എന്താ? 1. 0 + 1 1, ക്യാരി 0. അതുപോലെ തന്നെ ആദ്യത്തെ ബിറ്റ് 1ഉം സെക്കൻഡ് ബിറ്റ് 0 ആകുമ്പോൾ 1 + 0 നമുക്ക് ലഭിക്കുന്ന സം 1, ക്യാരി 0. അതുപോലെ രണ്ട് ബിറ്റ്സും 1 ആകുമ്പോൾ 1 + 1 സം 0, ക്യാരി 1. ഇവിടെ ഈ ഒരു ടേബിളിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ട് ബിറ്റ്സും 1 ആകുന്ന കേസിൽ മാത്രമാണ് നമുക്ക് ക്യാരി 1 ലഭിക്കുന്നത്. ബാക്കി എല്ലാ കേസിലും ക്യാരി എന്ന് പറയുന്നത് 0 ആണ്. ഇതുപോലെ തന്നെ 3 ബിറ്റ്സ് 1 ആയി നൽകിയാൽ നമുക്ക് എങ്ങനെയാണ് അഡീഷൻ ഓപ്പറേഷൻ നടത്തുക എന്ന് നമുക്ക് നോക്കാം. ഇഫ് 3 ones are added, that is 1 + 1 + 1, then the sum bit is 1 with a carry bit 1. 3 1 ബിറ്റ്സ് ആണ് നമുക്ക് ആഡ് ചെയ്യേണ്ടതെങ്കിൽ നമുക്കവിടെ ലഭിക്കുന്ന സം ബിറ്റ്സ് എന്ന് പറയുന്നത് നമുക്കവിടെ ലഭിക്കുന്ന സം എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതുപോലെ ക്യാരി എന്ന് പറയുന്നതും 1 ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് ബൈനറി അഡീഷൻ നടത്താം. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എക്സാമ്പിൾ, ഫൈൻഡ് സം ഓഫ് ബൈനറി നമ്പേഴ്സ് 1011 ആൻഡ് 1001. ഈ രണ്ട് ബൈനറി നമ്പേഴ്സിനെയാണ് നമുക്ക് അഡീഷൻ നടത്തേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ അതവിടെ എഴുതാം. 1011 + 1001. ഓക്കെ, നമുക്കറിയാം 1 + 1 എന്ന് പറയുമ്പോൾ 0 വിത്ത് ക്യാരി 1. ക്യാരി അടുത്ത ബിറ്റിൻ്റെ മുകളിലാക്കി എഴുതുക. ഓക്കെ, ഇവിടെ ഒരു 1 ഉണ്ട്, 0 ഉണ്ട്. അപ്പോൾ 1 + 0 1 ആണ്. വീണ്ടും ഈ ക്യാരി ബിറ്റ് കൂടി അതിനൊപ്പം ആഡ് ചെയ്യുക. അതായത് 1 + 1 നമുക്ക് എന്താ ലഭിക്കുന്നത്? 0 വിത്ത് ക്യാരി 1. ഇവിടെ 0 + 0 0 ആണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ക്യാരി കൂടി ആഡ് ചെയ്യുമ്പോൾ 0 + 1 1. 1 + 1 എന്ന് പറയുമ്പോൾ 0 വിത്ത് ക്യാരി 1. അതായത് 1011 + 1001 = 10100. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചതുകൊണ്ടാണ്, ആ ടേബിളിലെ വാല്യൂസ് നമ്മൾ കാണാതെ പഠിച്ചത് കൊണ്ടാണ്. എന്തായാലും ആ വാല്യൂസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അടുത്തത്, ഫൈൻഡ് സം ഓഫ് ബൈനറി നമ്പേഴ്സ് 110111 ആൻഡ് 10011. ഈ രണ്ട് നമ്പേഴ്സിൻ്റെ സം എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ ബൈനറി നമ്പർ അവിടെ എഴുതുക. 110111 + 10011. ഓക്കെ, ഇപ്പോൾ രണ്ടും തമ്മിൽ നമുക്ക് അഡീഷൻ നടത്താം. 1 + 1 എന്താ? 1 + 1 0, 0 വിത്ത് ക്യാരി 1. 1 + 1 എന്ന് പറയുമ്പോൾ 0, സം ബിറ്റ് 0 ആണ്, ക്യാരി ബിറ്റ് 1 ആണ്. അപ്പോൾ ഇവിടെ 3 ബിറ്റ്സ് വന്നിട്ടുണ്ട്, 1 1 1. അപ്പോൾ 3 ബിറ്റ്സ് 1 വരുമ്പോൾ അഡീഷൻ നടത്തുമ്പോൾ നമുക്ക് എങ്ങനെയാണ് വരുന്നത്? സം ബിറ്റും 1 ആണ്, ക്യാരി ബിറ്റും 1 ആണ്. അതായത് സം ബിറ്റ് താഴെ 1 എഴുതുക, ക്യാരി ബിറ്റ് 1 എഴുതുക. ഇവിടെ 1 + 0 1 ആണ്.
അതിനോട് കൂടി ഒരു ക്യാരി ബിറ്റ് കൂടി ആഡ് ചെയ്യുമ്പോൾ 1+1 വരുന്നു. 1+1ൻ്റെ ആൻസർ എന്താ? 0 വിത്ത് ക്യാരി 1. അപ്പോൾ സം ബിറ്റ് 0യും ക്യാരി ബിറ്റ് 1 ആയിട്ട് ലഭിച്ചു. ഇവിടെ 0 + 0 0 ആണ്. അതിനോട് കൂടി നമുക്ക് 1 എന്ന് പറയുന്ന ക്യാരി ബിറ്റ് കൂടി ആഡ് ചെയ്യണം. അപ്പോൾ 0 + 1 എന്താ ലഭിക്കുന്നത്? 1. ഓക്കെ. അപ്പോൾ വീണ്ടും 1+1 എന്താ വരുന്നത്? 0 വിത്ത് ക്യാരി 1. ഓക്കെ, ക്യാരി ബിറ്റ് അടുത്ത ബിറ്റിൻ്റെ മുകളിലേക്ക് പോയി. ഈ 1ൻ്റെ താഴെ മറ്റ് നമ്പറൊന്നുമില്ല, പക്ഷെ നമുക്കിവിടെ ക്യാരി ബിറ്റ് കൂടി ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ 1+1 എന്താ വരുന്നത്? 0 വിത്ത് ക്യാരി 1. അതായത് 11011 പ്ലസ് 10011 തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് 1001010. ഈ രണ്ട് പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായാൽ നിങ്ങൾ മറക്കാതെ എന്ത് ചെയ്യുക? താഴെ കമൻറ്റ് ചെയ്യുക. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ +1 പഠിക്കുന്ന മറ്റു സുഹൃത്തുക്കൾക്കും ഇതൊന്ന് ഷെയർ ചെയ്യുക. ഒപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടിയുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.